friends, എല്ലാവർക്കും ഓർബിറ്റ് ക്ലബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും കൊറോണ കൂടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മജോറിറ്റി ആൾക്കാർ ലോക്ക്ഡൗൺ ആണ്, അല്ലെങ്കിൽ എന്താണ് ക്വാറന്റൈനിലൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബോറടിച്ച് മടുത്ത് ഒരുമാതിരി അവസ്ഥയിലൊക്കെ ആയിരിക്കും അല്ലേ. ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തെങ്കിലും കഴിക്കാനൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ടേ മടുപ്പ് മാറ്റാൻ വേണ്ടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഇന്ന് ഒരു കുഞ്ഞി കേക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എന്നാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കേക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കുന്ന കേക്കാണ് ടൂട്ടി ഫ്രൂട്ടി കേക്ക്. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കാം. മൈദ 1 കിലോ, പഞ്ചസാര പൊടിച്ച് 1 കിലോ, 1/2 കിലോ മുട്ട, അത് ഓൾമോസ്റ്റ് 9 എണ്ണ ആയിരിക്കും, സൈസ് കുറവാണെങ്കിൽ 10 എണ്ണം ഉണ്ടാവും, 1 ലിറ്റർ എണ്ണ, പിന്നെ 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടി. ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനൊക്കെ ഒരുപാട് കടിക്കാനും കുറയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നട്ട്സ് ടൂട്ടി ഫ്രൂട്ടൊക്കെ ഇച്ചിരി കൂടുതലിടുക, അല്ലെങ്കിൽ ഒരു മിനിമം റേഞ്ചിൽ, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പം നമ്മൾ ആദ്യമേ മുട്ട അതൊരു 9 എണ്ണം, അത് അത്യാവശ്യം നല്ല മുഴുപ്പുള്ളതാണ്, അതങ്ങ് പൊട്ടിച്ച് ഒഴിക്കുക. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് വെക്കുക. കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അതിൽ പൊടിച്ച് വെച്ച് പഞ്ചസാര ഇടണം, പിന്നെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമേ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഫ്ലഫി ആവുന്ന രീതിയിൽ വരെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മൈദ ഇടാൻ. അപ്പോൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഫ്ലഫി പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടയും എണ്ണയും പഞ്ചസാരയും കൊണ്ടുള്ള മിക്സ്ചർ നന്നായിട്ട് ഫ്ലഫി ആക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പോയിട്ട് ബീറ്ററിൻ്റെ ഉപയോഗം കഴിഞ്ഞു, പിന്നെ ബീറ്റർ യൂസ് ചെയ്യേണ്ട. നമ്മൾ ഇതാണ്ട് നമ്മുടെ മൈദ 1 കിലോ മൈദ, ഇതിൻ്റെ അകത്ത് ഗ്രാമ്പുപൊടി, പട്ടപ്പൊടി, ഏലക്കാപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമ്മൾ തെള്ളി വെച്ചേക്കുന്ന ഒരു 3 ടൈപ്സ് തെള്ളി വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ അതേ കുറേശ്ശെ ഇട്ടിട്ട് തടുത്ത വെച്ച് വേണം ഇളക്കാനായിട്ട്. കത്തിരി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കുറേശ്ശെ ഇട്ട് കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കുറേശ്ശെ മൈദ ഇട്ടിട്ട് ഇളക്കാൻ പോവുകയാണ്. ഒരു വശത്തേക്ക് മാത്രമേ ഇളക്കാവുള്ളൂ കേക്ക് ഉണ്ടാക്കുമ്പോൾ, ഇല്ലെങ്കിൽ ബാറ്റർ എപ്പോഴും ചീത്തയായി. അപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ നല്ല പരുവത്തിൽ നമ്മൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കേക്കിൻ്റെ മിക്സ്ചർ കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. അതൊരു 1 ടീസ്പൂൺ നമുക്ക് മിച്ചം വേണം. നമ്മുടെ ഈ മുട്ടയുടെ ഒരു ഉണുമണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് മാറാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എസൻസ് നമ്മൾ ഒഴിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി നട്ട്സ് അതിൻ്റെ മിക്സർ നമ്മളൊന്ന് ജസ്റ്റ് മൈദപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് മൈദപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറ്ററിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ താഴേക്ക് മുങ്ങി പോകരുത്, നമുക്ക് എല്ലാ പോർഷനിലും കടിക്കാൻ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ ഇതിൻ്റെ അകത്ത് പുരട്ടി വെക്കുവാണെങ്കിൽ ഒരുപാട് താഴ്ന്നു പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടുന്നത്. പിന്നെ നമ്മൾ ഇത് മിക്സിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക, എത്ര ഉള്ളൂ പരിപാടി. അപ്പം നിങ്ങളോട് പറയാൻ മറന്നു ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ബീറ്റർ ഇല്ലാത്തൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ഈ സെയിം പ്രോസസ്സ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആദ്യമേ നമ്മൾ ചെയ്ത പോലെ തന്നെ മുട്ട നന്നായിട്ട് പൊട്ടിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ തന്നെ പഞ്ചസാര പൊടി ഇട്ടിട്ട് നന്നായിട്ട് 2 തവണ അടിക്കുക, പിന്നെ എണ്ണ ഇട്ടിട്ട് അടിക്കുക. മൈദമാവ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബീറ്റർ ഇല്ലാന്ന് ഓർത്തുകൊണ്ട് ഇത് ഭയങ്കര പാടാന്ന് ഓർക്കരുത്. വളരെ സിമ്പിളാണ്. എന്തുമാത്രം മൈദമാവ് നമ്മൾ എടുക്കുന്നോ അതിനനുസരിച്ച് മുട്ടയും എണ്ണയും പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്തിട്ട്
നമുക്ക് ഈസി ആയിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രത്തിലേക്ക് ഒഴിക്കാൻ നേരത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നിയാൽ ഇത്തിരി പാല്, കാച്ചിയ പാല് തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചൊന്നും ഇളക്കിയെടുത്താൽ കറക്റ്റ് പാകത്തിന് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിനെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി ഓവനിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിക്കുകയാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 30 ടൈംസ് ഇത് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് പോവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ടാപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ കേക്ക് ടിന്നിൽ ഇപ്പോൾ ബാറ്റർ ഒഴിച്ചപ്പോൾ നോക്കിയാൽ കാണാൻ ഇഷ്ടം പോലെ എയർ ബബിൾസ് ഉണ്ട്. ഇത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 30+ നമുക്ക് എത്ര വേണമെങ്കിലും ടാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ഇടിച്ചിടിച്ച് കൊടുക്കണം. അതിനാണ് ടാപ്പിംഗ് എന്ന് പറയുക. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ചുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ഓവൻ്റെ അകത്തേക്ക് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെ, അതാണ് നമ്മുടെ കേക്ക് സെറ്റ് ആവാനുള്ള ടൈം. നമ്മൾ വെച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. അപ്പം നിങ്ങളൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. കാരണം ചിലവർ ഓവൻ്റെ ഹീറ്റ് കൂടുതലുള്ളതാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് അത് സെറ്റ് ആവും. അത് കുത്തി നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 30 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം. ഇതേ അപ്പം നമ്മൾ ടാപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർ ബബിൾസ് ഒക്കെ പോയി. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഓവനിലേക്ക് എടുത്ത് വെക്കാം. അപ്പം നമ്മുടെ ഇപ്പോൾ ഓവൻ ഒരു 10 മിനിറ്റ് നമ്മൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമ്മൾ നമ്മുടെ കേക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നു. പിന്നെ ഒരു 35 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നോക്കാം. ഞാൻ തിരിച്ച് വെക്കുവാണേ. നല്ല മണം വരുന്നുണ്ടോ? തുറന്നു നോക്കി. വെന്തില്ല. നമ്മളൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. വെന്തില്ല. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയാണ്. നമ്മൾ ഓവനിൽ നിന്ന് എടുത്തു. 2 സെക്കൻഡ് ഞാൻ നിർത്തി. നല്ല ചൂടായിരുന്നു. ഒരു ഇച്ചിരി വേണ്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ വരും. അപ്പം നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതേപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തണുത്ത് സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കുകയാണ്. എടുത്ത് കാണിക്കാവേ. സാധനമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റാം. നല്ല നിങ്ങൾക്ക് കാണാം കണ്ടോ, നന്നായിട്ട് അതൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങള് പോയിട്ട് ബാക്കി മുറിക്കാം. കൊറോണ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവർക്കും കർഫ്യൂ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. പുറത്ത് അത്യാവശ്യത്തിന് മാത്രം ഇറങ്ങുന്നത് മസ്റ്റായിട്ട് മാസ്ക് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണുന്നവരേക്കും പറയുന്നുണ്ടോ എല്ലാവർക്കും?